നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ അടുത്ത ആഴ്ചത്തെ കഥയില് വേദയും കമലയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. എങ്ങനെയെങ്കിലും മാഷിനെ കണ്ടു കിട്ടിയാൽ മതി എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മനസ്സ് നിറയും. അങ്ങനെ വരണ സമയത്ത് ക്ഷേത്രത്തിൽ വെച്ച് പത്മേനെ ശങ്കരനാരായണനെ കാണുന്നുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ വേദ തന്നെ പറയുന്നുണ്ട്. അച്ഛൻ എന്ത് സംഭവിച്ചാ എങ്ങനെ സംഭവിച്ചാന്ന് ഈ പറയുന്ന വേദയ്ക്കും അറിയത്തില്ലോ. പോയി, പക്ഷെ എങ്ങോട്ട് പോയി എങ്ങനെയൊന്നും അറിയത്തില്ല. ഈ സമയത്ത് പത്മ പറഞ്ഞു, ഒരു പക്ഷേങ്കില് എന്തെങ്കിലും മനസ്താപം ഉണ്ടായിട്ട് ഇറങ്ങിപ്പോയതാണെന്ന് അറിയത്തില്ലോ. വിക്രം തെറ്റ് ചെയ്തിട്ടിരുന്ന് ബോധ്യമായതുകൊണ്ട് ചിലപ്പോൾ തനിയെ ഇറങ്ങിപ്പോയതായിരിക്കും, അല്ലാതെ ആരും പിടിച്ചോണ്ടൊന്നും പോയതായിരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് വേദയ്ക്കോ കമലയ്ക്കോ കഴിയുമായിരുന്നില്ല. ഒരു കാരണവശാലും അച്ഛൻ അങ്ങനെ പോയില്ലെന്ന് വേദയുടെ മനസ്സ് പറഞ്ഞു. അങ്ങനെ പോവാനായിരുന്നെങ്കിൽ അച്ഛൻ പോയാനും, പക്ഷെ അതങ്ങനെ പോകത്തില്ല. വിക്രം നിരപരാധിയാന്ന് അച്ഛന് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തില് വിക്രത്തെ ചേർത്ത് പിടിക്കാനായിട്ടാ മാഷ് നോക്കിയത്. ആ സമയത്ത് എന്താണെങ്കിലും മാഷ് പോയില്ലെന്നറിയാം. പിന്നീട് അവരങ്ങോട്ട് പോയ സമയത്ത് വേദയും കമലയും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നു. മാഷിന്റെ പേരിൽ കുറെ വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട് കമല. മാന ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തിരികെ വരണം. ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വിക്രം മല ചവിട്ടുന്നതിന് മുമ്പ് തിരികെ വരുവാൻ പറ്റുമെങ്കിൽ വരണം. അത് മാത്രമല്ല, അങ്ങനെ പറ്റിയില്ലെങ്കിലും മല ചവിട്ടി വിക്രം തിരികെ വരുന്നതിന് മുമ്പ് തന്നെ മാഷ് വീട്ടിൽ വരണം. ആപത്തിലും പെടുത്തരുത്. അങ്ങനെ ഒരു പ്രാർത്ഥന അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നേ. ഈ സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പത്മയോട് ശങ്കരനാരായണൻ പറഞ്ഞു, അല്ല പത്മ, നിനക്ക് തോന്നുന്നുണ്ടോ ഈ പറയുന്ന ആ സുധാകര മാഷിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതായിരിക്കുന്നു? അപ്പോഴേക്കും പത്മ പറഞ്ഞു, അത് പിന്നെ അങ്ങനെ ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ചിലപ്പം പശ്ചാത്താപം കൊണ്ട് പോയതായിരിക്കും. അല്ല, ഇപ്പൊ വിക്രം നിരപരാധി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ എങ്കില് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരാന്നും തുറന്നു പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് മാഷ് എന്താണല്ലോ അത് വിശ്വസിച്ച് കാണുവോ? പത്മ പറഞ്ഞു, അല്ല, വിക്രം കുറ്റം ചെയ്തിട്ടില്ലെന്നേ വേദ പറയുന്നേ. അത് വേദ പറഞ്ഞിട്ടുള്ള അറിവല്ലേ ഉള്ളൂ. പക്ഷെ എങ്കില് അത് മാഷ് വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പിന്നെ മാഷ് ഇത് എവിടെ പോയെന്ന് ചോദിക്കുക. അതാ അറിയേണ്ടിയിരിക്കുന്നത്. ശത്രുക്കളൊന്നും ഇല്ലല്ലോ. ഈ പറയുന്ന വിക്രത്തിനാണ് ശത്രുക്കളുണ്ട്, തട്ടിക്കൊണ്ടുപോകാൻ മറ്റേ ചെയ്യാം. പക്ഷെങ്കിൽ മാഷിന് ശത്രുക്കളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും പത്മ പറഞ്ഞു, അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെ പോയതായിരിക്കും ശങ്കരേട്ട? അങ്ങനെ ആരോടും പറയാതെ, ഒരു വാക്ക് പോലും പറയാതെ പോകുമെന്ന് ചോദിക്കുക. ശങ്കരനാരായണൻ പറഞ്ഞു, മനുഷ്യന്റെ മനസ്സല്ലേ, ഏത് സമയത്താ മാറുന്നതെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പിന്നെ വിക്രത്തിന് കുറെ ശത്രുക്കളുണ്ടല്ലോ. വിക്രത്തിന്റെ ശത്രുക്കൾ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ വിക്രം മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇട്ട് നല്ലവനായല്ലോ. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിലും ശത്രുക്കൾക്കൊരു പഞ്ഞൊന്നുമില്ല. ഒരു പക്ഷെ ശത്രുക്കൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനോട് പണി കൊടുക്കാൻ പറ്റിയ സമയമാണെന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും മാഷിനെ ചിലപ്പോൾ തട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ ചെയ്തേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പത്മയ്ക്കാണെങ്കിലും. പത്മ പറഞ്ഞു, അയ്യോ, അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ആ മാഷ് ഒരാളൊരു പാവല്ലേ എന്നൊക്കെ പറയണം. വിക്രം ചെയ്ത തെറ്റിന് മാഷിനെ ഇനിയിപ്പോ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് എന്താവാനാ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ. അതേ സമയത്ത് മാഷിന്റെ അടുത്തേക്ക് ശ്രീകാന്തും ചന്ദ്രശേഖരവും ഏർപ്പാടാക്കിയ ഗുണ്ടകൾ വന്നു. മാഷ് ഇങ്ങനെ കണ്ണുറന്ന് ഇങ്ങനെ ചുറ്റും നോക്കണം. അപ്പൊ ഗുണ്ടകൾ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് മാഷിന് അവരാരാ എന്താ എന്നിങ്ങനെ ഒന്നും മനസ്സിലായില്ല. മാഷ് പതുക്കെ എഴുന്നേക്കാൻ നോക്കി കഴിഞ്ഞിട്ട് മാഷിന് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവലൊരുത്തം കൊണ്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിക്കാൻ കൊടുക്കുകയാണ്. മാഷ് ഇത്തിരി വെള്ളം വാങ്ങി കുടിച്ചു. പിന്നീട് മാഷിനോട് ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും മാഷ് കഴിച്ചില്ല. എനിക്ക് പോണെന്ന് പറയണം. പക്ഷെ അവന്മാര് പറഞ്ഞു, പോവാനോ ഒരിടത്തേക്കും പോകുന്നില്ല, തൽക്കാലത്തേക്ക് ഇവിടെ കിടക്കാൻ പറയണം. നിങ്ങളൊക്കെ ആരാ, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ മാഷ് ചോദിച്ചു. പക്ഷെ എങ്കിൽ അവന്മാര് പറഞ്ഞു, തൽക്കാലത്തേക്ക് അതിനൊന്നും പറയാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, നിങ്ങൾ ഇവിടെ കിടന്നേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു മാഷിനോട് ദേഷ്യപ്പെടുകയാണ്. മാഷ് അവിടുന്ന് ഒന്ന് എണീറ്റ് പോകാനായിട്ടൊരു ശ്രമം നടത്തി. പക്ഷേ എങ്കിൽ അത് വിഫലമായി പോയി. മാഷിന് അത് സാധിച്ചില്ല. കാരണം 3-5 ഗുണ്ടകൾ ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തരും മാഷിനെ ഏറ്റു നിൽക്കാനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ലായിരുന്നു. മാഷ് തളർന്നു പോയി. മാഷിന് മനസ്സിലായി, താനിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും മരിക്കത്തുള്ളൂ. എന്ത് ചെയ്യാനാ, എങ്ങനെ ഇവിടുന്ന് പുറത്ത് കിടക്കണം എന്നൊരു മാഷിനൊരു ഊഹവും കിട്ടിയില്ല. തന്നെ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്ന ആരാണ്? ഒരു പക്ഷേ ആ വാസവന്റെ ഗുണ്ടകൾ ആരെങ്കിലും ആണോ? വാസവൻ ഏർപ്പാടാക്കിയതോ? അതോ ഇനി ആ ശ്രീനിവാസന്റെ ആൾക്കാരൊക്കെ ആണോ എന്നൊരു ചിന്ത. പക്ഷെ ശ്രീകാന്തിന്റെ അമ്മായിച്ചനും ചേർന്ന് നടത്തിയ നാടകം ഇതൊന്നും ഒരിക്കലും മാഷ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമായിരുന്നില്ല. മാഷിന്റെ അടുത്തുനിന്ന് ഗുണ്ടകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് വല്ലാത്തൊരു വെപ്രാളമായി. തന്നെ കാണാതെ ഇപ്പൊ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരിക്കും. 4 പാടും
അന്വേഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ തനിക്ക് എന്ത് സംഭവിച്ചെന്ന് അവർക്കൊന്നും അറിയില്ലല്ലോ. താൻ എവിടെയാ വന്ന് പെട്ടിരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവരുടെ മനസ്സില്, മാഷിന്റെ മനസ്സില്. അതേ സമയത്ത് ശ്രീകാന്ത് ചന്ദ്രശേഖരനും കൂടെ സംസാരിക്കുകയാണ്. ശ്രീകാന്ത് ചന്ദ്രശേഖരനോട് പറഞ്ഞു, എന്താണെങ്കിലും മാഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോഴേക്കും ചന്ദ്രശേഖരൻ പറഞ്ഞു, നമ്മളെ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. എവിടെന്ന് മാഷിനെ നമ്മൾ തട്ടിക്കൊണ്ടു പോകുന്ന ആരെങ്കിലും വിചാരിക്കോ? ഒരിക്കലുമില്ല. ഇനി എന്താണെങ്കിലും അവനുണ്ടല്ലോ ആ വിക്രം, അവൻ മലയ്ക്ക് പോകാനായിട്ട് പോകല്ലേ, അവൻ പോട്ടെ. അവന്റെ വിചാരം എന്താ? അവന്റെ അച്ഛൻ തിരികെ വരുമെന്നാ. വരുമല്ലോ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അതൊന്നും നടക്കാതെ ഈ പറയുന്ന മാഷിനെ മോചിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? അപ്പോഴേക്ക് ചന്ദ്രശേഖരൻ പറഞ്ഞു, അതേടാ, നമുക്ക് കിട്ടിയ സുവർണ അവസരമാണ് ഇത്, നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണമെന്ന് പറയാം. പിന്നെ ആർക്കും നമ്മുടെ മേലൊരു സംശയം തോന്നരുത്. പ്രത്യേകിച്ച് ശങ്കരേട്ടന് അറിയാലോ. ശങ്കരേട്ടന് എന്തെങ്കിലും സംശയം തോന്നി തീർന്നു. ശ്രീകാന്ത് പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ 2-3 കേസുകളിലെ വേദയുടെ കാര്യങ്ങൾ അച്ഛൻ എന്നെ സംശയമുണ്ട്. ഇതിപ്പം ഈ മാഷിന്റെ കാര്യമായതുകൊണ്ട് പിന്നെ നമ്മളെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. പിന്നീട് അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു പോയി. 2 ദിവസമോടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വിക്രത്തിന്റെ കെട്ടുമുറുക്കും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പോഴേക്കും അച്ഛമ്മയും വന്നു. കെട്ടുമുറുക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛമ്മ വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛമ്മ ആ കാര്യങ്ങൾ അറിയുന്നത്. മാഷിനെ കാണാനില്ലെന്നുള്ള കാര്യങ്ങളൊന്നും അച്ഛമ്മയോട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛമ്മയ്ക്ക് ഭയങ്കര വിഷമമായി പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. തന്റെ മോനെയാണ് കാണാതായിരിക്കുന്നത്. അച്ഛമ്മയായിട്ട് എല്ലാവരും കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്നോട് എന്താ ഇതിലിട്ടും പറയാത്തതെന്നൊക്കെ, പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. അച്ഛമ്മയ്ക്കും ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും അച്ഛമ്മ കമലയൊക്കെ ആശ്വസിപ്പിച്ചു. നീ വിഷമിക്കേണ്ട കമലെ, ഉറപ്പായിട്ടും അവൻ വരും. വിക്രം മലയ്ക്കോ മാലയിട്ടിരിക്കുമല്ലേ, അവൻ മലയാവിട്ടിട്ട് വരുമ്പോഴത്തേനും അവൻ ഇവിടെ എത്തിയിരിക്കും, നീ നോയിക്കോ, അവനൊരു ആപത്ത് സംഭവിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ എല്ലാവരും കാത്തിരുന്നൊരു ദിവസമായിരുന്നു വിക്രം മലയാവിട്ടാൻ പോകുന്നത്, വിക്രത്തിന്റെ കെട്ടുമുറക്ക്. പക്ഷെ വിക്രത്തിന് എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ ഇല്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. താൻ മല ചവിട്ടി പോകുന്ന കാണാനായിട്ട്, കെട്ട് നിറച്ച് പോകുന്ന കാണാനായിട്ട് തൻ്റെ അച്ഛൻ ഇവിടെ വേണമെന്ന് വിക്രം ഒത്തിരി ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. അങ്ങനെ വിക്രത്തിന്റെ കെട്ടുമുറുക്കും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. വേറെ എല്ലാവരും ഉണ്ടായിരുന്നു. കമലയ്ക്കൊക്കെയാണ് ഭയങ്കര സങ്കടം. കമലയൊക്കെ കരഞ്ഞൊരു പരുവായിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ടും മാഷിനെ കുറിച്ചൊരു വിവരവും കിട്ടിയില്ലല്ലോ. കെട്ടും മുറുക്കുന്ന സമയത്തും നെയ്മുദ്ര നിറയ്ക്കുന്ന സമയത്തൊക്കെ വിക്രത്തിന്റെ മനസ്സിൽ തൻ്റെ അച്ഛൻ എത്രയും പെട്ടെന്ന് തിരികെ വരണം, തൻ്റെ അച്ഛനെ തനിക്ക് കിട്ടണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലും. അങ്ങനെ കെട്ട് നിറച്ച് വിക്രം ശബരിമലയ്ക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പോകുന്ന ക്ഷേത്രങ്ങളിലെല്ലാം വിക്രം ഇത് മാത്രമേ പ്രാർത്ഥിച്ചിട്ട് ഉണ്ടായിരുന്നേ. അങ്ങനെ അവിടെ പോയി പേട്ട തുള്ളിയൊക്കെയാണ് വിക്രം മല ചവിട്ടാനായിട്ട് ഒരുങ്ങുന്നത്. വിക്രത്തിന്റെ മനസ്സിൽ അച്ഛൻ തിരികെ വരണം എന്നൊരു ചിന്ത. ഈ സമയത്ത് ഇതേ ടെൻഷനോട് കൂടിയിട്ടാണ് വേദയും കമല എല്ലാവരും വീട്ടിരിക്കുന്നത്. വിക്രം മല ചവിട്ടുന്ന സമയത്തെങ്കിലും അച്ഛൻ തിരികെ വരും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അച്ഛൻ തിരികെ വന്നാൽ മതി, അച്ഛനൊരു ആപത്ത് സംഭവിക്കരുത്, അമ്മയ്ക്ക് താൻ കൊടുത്തിരിക്കുന്ന വാക്ക എന്നൊക്കെ വേദം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കാരണം ഉറപ്പായിട്ടും അച്ഛൻ ജീവനോടെ തന്നെ തിരികെ വരും, അച്ഛനൊരു പോറൽ പോലും ഏൽക്കില്ല എന്നൊക്കെ ഈ പറയുന്ന കമലയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷേ എങ്കിൽ ആർക്കും അറിയില്ല എങ്ങോട്ട് പോയതാ. ഇതുവരെയായിട്ടും പോലീസിന് പോലും ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ പോലീസും കൂടെ ഒത്തുചേർന്നിട്ടുള്ള കളിയാണോ എന്ന് പോലും ഒരു നിമിഷം വേദയ്ക്ക് സംശയം തോന്നി. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടേണ്ടല്ലേ മാഷിനെ കുറിച്ച്. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എങ്ങനെയെങ്കിലും ഒരു വിവരം കിട്ടേണ്ടല്ലേ. ഒടുവില് ഈ പറയുന്ന ശ്രീകാന്തിന്റെ ചന്ദ്രശേഖരന്റെ ഒക്കെ ശ്രമമൊക്കെ വിഫലമായി പോയി. കാരണം അവർക്ക് മാഷിനെ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. ഒടുവിലും മാഷ് അവിടുന്ന് രക്ഷപ്പെട്ട് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വിക്രം തിരികെ വീട്ടിലെത്തി കഴിയുമ്പോൾ സമയത്ത് മാഷും വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം മാഷിനെ പിടിച്ചുകൊണ്ട് പോയത് ശ്രീകാന്തും കൂട്ടുകാന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും പുറത്തു വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വിക്രം വെറുതെ ഇരിക്കുവോ? ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല. അങ്ങനെ നല്ല പഴം തന്നെ കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് വരുന്ന ആഴ്ചയിൽ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.